നയമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത, നിലപാടുകളില്ലാത്ത, തെക്കും വടക്കും തിരിച്ചറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഈ നിയമത്തെ അറബിക്കടലിൽ തള്ളണമെന്ന് ഇന്ത്യയിൽ ആദ്യമായി ആവശ്യപ്പെട്ട, ഇന്ത്യയിൽ ആദ്യമായി ആഹ്വാനം ചെയ്ത കരുത്തനായ ഭരണാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരനായ പിണറായി വിജയനാണ്. സംഘപരിവാർ BJP കൂട്ടുകെട്ടുകൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് മതപരമായ ദുർവീകരണം ഇന്ത്യയിലുണ്ടായത്. ആ മതദുർവീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സഹോദരങ്ങളായ ഇന്ത്യക്കാരായ, ഭാരതത്തോട് എപ്പോഴും കൂറു പുലർത്തിയിട്ടുള്ള, ഇന്ത്യൻ ദേശീയതയുടെ അവിഭാജ്യ ഘടകമായ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പാടെ അവഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പൗരത്വ നിയമം കൊണ്ടുവന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതുപോലെ പല രാജ്യങ്ങളിലുമുള്ള വിവിധ മതസ്ഥരായ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് വരണം. മുസ്ലിങ്ങൾക്ക്, അതുപോലെ തന്നെ മുസ്ലിങ്ങളിലെ വിവിധ വിഭാഗങ്ങൾക്ക്, അവർക്കെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യ അവരെ എല്ലാം സ്വീകരിക്കണം, അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. അങ്ങനെ സ്വീകരിക്കാത്ത, അത് അംഗീകരിക്കാത്ത ഈ നിയമത്തെ അറബിക്കടലിൽ തള്ളണമെന്ന് ഇന്ത്യയിൽ ആദ്യമായി ആവശ്യപ്പെട്ട, ഇന്ത്യയിൽ ആദ്യമായി ആഹ്വാനം ചെയ്ത കരുത്തനായ ഭരണാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരനായ പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യയിലാകമാനം പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് നടക്കുകയാണ്. അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗങ്ങൾ വളരെ ഗൗരവതരമാണെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ എന്താണ് നിലപാട്? KC വേണുഗോപാൽ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറയും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല. പ്രതിപക്ഷ നേതാവ് ഒരു അഭിപ്രായം പറയും, KPCC പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയും. ഇത് ഒരു പ്രാദേശിക നിയമമല്ല, കേരള നിയമസഭ പാസാക്കിയ നിയമമല്ല, ദേശീയ അടിസ്ഥാനത്തിലുള്ള നിയമമാണ്, അന്തർദേശീയ പ്രാധാന്യമുള്ള നിയമമാണ്, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന നിയമമാണ്, പല രാജ്യങ്ങളും ഇതിനെതിരായി നിലപാടെടുത്ത നിയമമാണ്. ഈ കാര്യത്തിൽ നിലപാട് പറയേണ്ടത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പല കാര്യങ്ങളിലും പ്രമേയം പാസാക്കുന്നുണ്ട്, മിക്കവാറും എല്ലാ ആഴ്ചയിലും ചേരുന്നുമുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പറയുന്നില്ല? വേണ്ട, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പറയുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ അതെല്ലാ കോൺഗ്രസുകാർക്കും ബാധകമാണ്. എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ മുകളിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ, കോൺഗ്രസിന്റെ ദേശീയ നിലപാട് ഈ കാര്യത്തിൽ ഇന്നതാണെന്ന്, അതാണ് നമുക്കറിയേണ്ടത്. അല്ലാതെ ഞഞ്ഞാപിഞ്ഞ ന്യായം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനല്ല നോക്കേണ്ടത്. കേരളത്തിലൊരു അഭിപ്രായം, തമിഴ്നാട്ടിലൊരു അഭിപ്രായം, കർണാടകത്തിലൊരു അഭിപ്രായം, ആന്ധ്രയിലൊരു അഭിപ്രായം, മഹാരാഷ്ട്രയിലൊരു അഭിപ്രായം, ഗുജറാത്തിലൊരു അഭിപ്രായം. ഇതല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത്. അത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പ്രസക്ത ഭാഗം. BJP ചെയ്യുന്നത് അവരുടെ വർഗ സ്വഭാവമാണ്. BJPയുടെ വർഗ സ്വഭാവത്തെ സധൈര്യം നേരിടേണ്ടത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നയം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നയം ഞാൻ ആവശ്യപ്പെടുന്നു, കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയണ്ട, ശ്രീ KC വേണുഗോപാൽ പറയാൻ തയ്യാറാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നയം പൗരത്വ നിയമം അറബിക്കടലിൽ തള്ളണമെന്നുള്ളതാണെന്ന്. എങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്.
അങ്ങനെ നയമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത, നിലപാടുകളില്ലാത്ത പാപ്പർ നയങ്ങളുമായി നടക്കുന്ന, തെക്കും വടക്കും തിരിച്ചറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവും കുറെ ആളുകളും ഓടി നടക്കുന്ന ഈ കേരളത്തിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കരുത്തും ത്രാണിയുമുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. ജയ് ഭാരത്.